Hey guys, welcome back to our YouTube channel. Today I am discuss about my henna story. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഥയിലേക്ക് പോയാലോ. ഒരു കുട്ടി സ്റ്റോറിയാണേ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക കയ്യിൽ നല്ലോണം ചോപ്പിച്ച് മൈലാഞ്ചിക്ക് നിറയെ ഇടണം എന്നല്ലേ. ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹം, നിറയെ മൈലാഞ്ചി ഇടണമെന്ന്. അപ്പം അതുപോലെ തന്നെയായിരുന്നു എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പെരുന്നാളിലും കല്യാണം ആവട്ടെ, മെയിൻലി പെരുന്നാൾക്കാണ് അടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഇത്തത്തായിരുന്നു നമുക്ക് മൈലാഞ്ചിക്ക് ഇട്ടുതരിക. അപ്പോൾ രണ്ട് കയ്യിലും നിറച്ചിടിപ്പിക്കും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, എന്തെങ്ങനെ വരയ്ക്കുക, ഒരു കൗതുകമായിരുന്നു. എനിക്കും വരക്കാൻ കഴിയുമോ, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആദ്യം പേന വെച്ചിട്ടായിരുന്നു കേട്ടോ ബുക്കിലൊക്കെ വരച്ച് നോക്കുമായിരുന്നു, ഫ്ലവറിൻ്റെ ഡിസൈനും ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഓരോ മൂമെൻറ്റ്സ് എങ്ങോട്ടാണ് അങ്ങനെയെല്ലാം നോക്കിയിട്ടായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ഞാൻ മെല്ലെ എൻ്റെ കയ്യിലേക്ക് വരക്കാൻ തുടങ്ങി. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ട് എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ ലഭിച്ചു. അപ്പം നമ്മൾ കയ്യിലേക്ക് ഇടലായി, അങ്ങനെ ഇപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. പെർഫെക്ഷനായി എന്നല്ല, ഇമ്പ്രൂവ് ആയി. പിന്നെ ഞാൻ മെല്ലെ കയ്യിലേക്ക് വരച്ചു തുടങ്ങുമ്പോൾ തന്നെ പിന്നെ വീണ്ടും ഫ്രണ്ട്സും ഫാമിലിയെല്ലാം പുഷ് ചെയ്തു, വരക്കാൻ പോയിക്കൂടെ അങ്ങനെയൊക്കെ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും അതൊരു മോട്ടിവേഷൻ ലഭിച്ച പോലെ. അങ്ങനെ ഞാൻ കുറച്ച് ബ്രൈഡ്സിൻ്റെ അടുത്തേക്ക് ഒരു പേജാണ് കേട്ടോ ഫസ്റ്റ് തുടങ്ങിയത്. അങ്ങനെ ബ്രൈഡ്സിനൊക്കെ മൈലാഞ്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ഭയങ്കര വികസിച്ചിട്ടൊന്നുമില്ല, എന്നാൽ ചെറിയ രീതിയിൽ അതിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു ഇൻകം കിട്ടി. അപ്പോൾ ഒരുപാട് ഒരു ലോകം കീഴടക്കിയ സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി. വരക്കാൻ കഴിയും മാത്രം പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ചുറ്റും ആളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിജയം കൈവരിക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു ഹെന്നയുടെ സ്റ്റാർട്ടിങ് ഡിസൈൻസ് ആണ്. കുറച്ച് സ്പീഡ് കൂടിപ്പോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡിസൈന് എന്തായാലും വരച്ച് നോക്കുക, പേപ്പറിലോ പേനയോ എന്തെങ്കിലും വെച്ചിട്ട് വരച്ച് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.